ആദ്യമേ തന്നെ നമ്മളൊരു കവർ അയച്ചതിന് ശേഷം നമ്മളുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട്, കാര്യം ഇത് HV ട്രാൻസ്ഫോർമർ ആണ്, ഇത് HV കപ്പാസിറ്റർ ആണ്. ഇപ്പൊ ഇതിനകത്ത് കപ്പാസിറ്റർ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കൊണ്ടിട്ട് അതിന് ഇത്ര സെക്കൻഡ് നേരത്തേക്ക് അതിന്റെ പവർ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതറിയാതെ ചിലപ്പോൾ കയറി പിടിക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാൻ അല്ലെങ്കിൽ ചിലപ്പം ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഈ കപ്പാസിറ്ററിനെ ഇങ്ങനെ ഷോർട്ട് ചെയ്യുക. വർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് 230 വരുന്ന വയർ. ഇത് നമ്മൾ ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ ഇതൊക്കെ ഊരാൻ പാടുള്ളൂ. പിന്നെ അതുകൂടാതെ അതിന്റെ ഈ സ്റ്റെപ്പ് അപ്പ് ആയിട്ട് ഹൈ വോൾട്ടേജ് വരുന്നത് ഈ ഒരു ലൈനിൽ കൂടിയാണ്. ഇവിടെ ഇതിനിടയ്ക്ക് ഒരു ഫ്യൂസ് ഉണ്ട്, ഇതൊരു ഫ്യൂസ് കാരിയർ ആണ്. ഈ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിലും മൈക്രോവേവ് വർക്ക് ചെയ്യില്ല. മൈക്രോവേവ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിലപ്പം ചില കാരണങ്ങളിൽ കപ്പാസിറ്റർ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ മൈക്രോവേവ് വർക്ക് ചെയ്യില്ല. ഈ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിലും മൈക്രോവേവ് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇവിടെ സപ്ലൈ 230 വോൾട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് അവിടെ വോൾട്ടേജ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സെക്ഷൻ മാത്രം ചെക്ക് ചെയ്യാം. 150 വോൾട്ട് AC അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ അങ്ങനെയുള്ള പല മൾട്ടിമീറ്ററിലും പല വോൾട്ടേജ് സെക്ഷൻ കാണിക്കും. ഇതിനകത്ത് ഇപ്പൊ 450 വോൾട്ട് ആണ് കാണിക്കുന്നത്. 450 വോൾട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. നല്ല ഈസി ആയിട്ടുള്ള മാർഗം. കുറച്ചുകൂടി നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് അതിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതിനകത്തേക്ക് ഒരെണ്ണം കണക്ട് ചെയ്തു. ഇങ്ങനെ 2 ബോർഡിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൾട്ടിമീറ്റർ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തി ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ മാത്രമേ നമുക്ക് ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പുറത്തെ ലൈനിൽ നമ്മൾ ഒരിക്കലും ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പുറത്തെ ലൈനിൽ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രൈമറി മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ടെസ്റ്റ് കൊണ്ട്. സെക്കൻഡറി നമ്മൾ ഒരിക്കലും ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യരുത്. സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയാമല്ലോ. നിങ്ങൾ കാണുന്നുണ്ടാവും 220 വോൾട്ട് 221 വോൾട്ട് അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ കൂളിംഗ് ഫാനും വർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. പക്ഷെ മൈക്രോവേവ് വർക്ക് ചെയ്യുന്നില്ല. മാഗ്നട്രോൺ ആണ് അതിന്റെ എനർജി പുറത്തേക്ക് വിടുന്നത്. പിന്നെ ഇതൊരു HV ട്രാൻസ്ഫോർമർ ആണ്. ഈ കാണുന്നത് കപ്പാസിറ്റർ അതിന്റെ താഴെ ഒരു ഡയോഡ് കൂടി കാണും. ഈ ഒരു ഇത്ര ഐറ്റംസ് ആണ് മൈക്രോവേവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോമ്പണൻസുകൾ. ഫ്യൂസിനെ വെളിയിലെടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓരോ സൈഡുകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് 1 by 1 ആയിട്ട്. ആദ്യം ഫ്യൂസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ആദ്യം ഫ്യൂസ് ഒന്ന് പൊളിക്കാം. ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്ത് ഈ ഒരു ഫ്യൂസിൽ സപ്ലൈ കാണിക്കുന്നില്ല, അതിനർത്ഥം ഫ്യൂസ് പോയിട്ടുണ്ട്. ഫ്യൂസ് പോകാനുള്ള കാരണം ഈ കപ്പാസിറ്ററിന്റെ കംപ്ലൈന്റ് ആകാം, മാഗ്നട്രോണിന്റെ പ്രശ്നമാകാം. അപ്പൊ ഇത് രണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്യൂസ് പുകഞ്ഞിട്ടുണ്ട്, ഫ്യൂസിന് കളർ മാറിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ചെറിയ നാര് പോലത്തെ 0.5 ഒക്കെയാണ് അതിന്റെ ഇത് വരുന്നത്. നമുക്ക് മാഗ്നട്രോൺ എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രൗൺ കളറുള്ള സംഭവത്തിന്റെ കളർ മാറിയിട്ടുണ്ടാവും ഒന്ന്. രണ്ടാമത് ഇതാണ് ഇതിന്റെ ആന്റിന. ഇതുവഴിയാണ് മൈക്രോവേവ് തരംഗങ്ങൾ നമ്മൾ അകത്ത് വെക്കുന്ന ഭക്ഷണത്തിലോട്ട് പാസ് ചെയ്യുന്നത് ഇതുവഴിയിട്ടാണ്. നമുക്ക് മൾട്ടിമീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബസർ കേൾക്കുന്നുണ്ട്. കോയിലിന് കണക്ഷൻ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ഫിസിക്കലി നമുക്കൊന്നും തോന്നുന്നില്ല. നമുക്കിനി മറ്റേ ഫ്യൂസ് കെട്ടി നോക്കിയിട്ട് ബാക്കി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്താണ് എൻ്റെ നിലവിലുള്ള അവസ്ഥ എന്നുള്ളത്. ഫ്യൂസ് ഒന്ന് താൽക്കാലികമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് കെട്ടിയിട്ടുണ്ട്. അതായത് ഇത്രയും ചെറിയൊരു നാര് കൊണ്ടിട്ടാണ് അത് വെച്ചിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയാൻ വെച്ചിട്ടുണ്ട്, കവർ ഇട്ടിട്ടില്ല. ഇത്രയും പറഞ്ഞ ചെറിയൊരു വയറിൻ്റെ അകത്തുള്ള ഒരു നാരാണ് കേട്ടോ, ചെറിയ നാര്. അതിൽ എന്തെങ്കിലും ട്രബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോമ്പോണൻസ് അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് വളരെ നാര് കുറഞ്ഞൊരു ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് തൽക്കാലം. യെസ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് അതിന്റെ യഥാർത്ഥ കംപ്ലൈന്റ് എന്നുള്ളത്. ഇപ്പൊ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അതായത് നമ്മുടെ കപ്പാസിറ്റർ ആണ് അതിന്റെ കംപ്ലൈന്റ് ആയിരിക്കുന്നത്. കപ്പാസിറ്ററിന്റെ ആ ഭാഗത്തുനിന്ന് ഒരു പുക വന്നായിരുന്നു. കപ്പാസിറ്റർ ലീക്കായിട്ട് ഡാമേജ് ആയിട്ടാണ് നമ്മളുടെ മൈക്രോവേവ് ചൂടാകാതിരുന്നത്. നോക്കാം,
ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റർ വെളിയിലേക്ക് എടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ വയറ് ഒരിക്കലും മാറാൻ പാടില്ല. നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന വയറ് ഒരിക്കലും മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ ഈ വയറ് ഇപ്പുറത്തൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഡയോഡിന്റെ വയറ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫ്യൂസ് പോലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ വേറെ ഇപ്പോൾ ഒരു കപ്പാസിറ്റർ വേറൊരെണ്ണം ഉണ്ട്, നമ്മൾ ആ കണക്ഷൻ ഒന്ന് അതിനകത്തേക്ക് അതേപോലെ തന്നെ കൊടുക്കാം. ചിലപ്പോൾ ഇതിൻ്റെ പിന്ന് ഈ കപ്പാസിറ്റർ കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ ഇതിൻ്റെ പിന്നിന് സൈസ് വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവും. ചില മോഡലുകൾക്ക് പിന്നിന് സൈസ് വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഒന്ന് വലുതായി കിട്ടും. ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാം, ഇനി നമ്മൾ ഈ കണക്ഷൻ തിരിച്ച് അതുപോലെ തന്നെ ഫ്യൂസിന്റെ കണക്ഷൻ തിരിച്ച് അതുപോലെ തന്നെ ഇപ്പുറത്തിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളിതിനെ ഇനി ഇതിന്റെ ക്ലാമ്പ് ഇട്ടിട്ട് ഉറപ്പിക്കണം. ഈ ട്രാൻസ്ഫോർമർ ഈ സ്ക്രൂകളുണ്ടല്ലോ, 4 സ്ക്രൂ ഉണ്ടാവും. ഈ സ്ക്രൂ ലൂസ് ആയിരുന്നാൽ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ചിലപ്പോൾ കംപ്ലൈന്റ് വരുന്നത് അങ്ങനെയായിരിക്കാം. പിന്നെ ഈ ഒരു ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മൈക്രോവേവ് ഓൺ ചെയ്യുക. മൈക്രോവേവ് ഓൺ ചെയ്തിട്ട് ഈ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ, നല്ല അത്യാവശ്യം നല്ല ഇൻസുലേഷൻ ഉള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ആയിരിക്കണം. അല്ലാതെ ഇൻസുലേഷൻ പ്രോപ്പർ അല്ലാത്ത സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒരിക്കലും ഇതിനകത്തേക്ക് പോകരുത്. ഈ ഇതിന്റെ അരികത്തോട്ട് കൊണ്ടില്ലുമ്പോൾ ഇത് മാഗ്നറ്റ് ആയിട്ട് ഈ സ്ക്രൂ ഡ്രൈവറിനെ അങ്ങോട്ട് വലിക്കും. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമർ ഓക്കെ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസിൽ ചെക്ക് ചെയ്ത് നോക്കണം. കോയിൽ ടു കോയിൽ എല്ലാ റെസിസ്റ്റൻസ് പക്കയാണോ അതോ റെസിസ്റ്റൻസ് 0 ആണോ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു മൂളക്കവും ഒരു വൈബ്രേഷൻ, ഒരു സൗണ്ടും വരുന്നില്ലേ? അതായത് മൈക്രോവേവ് വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു ചെറിയൊരു വൈബ്രേഷൻ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ചെറിയൊരു വൈബ്രേഷൻ, ഒരു കിരികിരി പോലത്തെ ഒരു സൗണ്ട്. ആ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്രോവേവ് വർക്കിംഗ് ആണ്. കപ്പാസിറ്റർ ആയിരുന്ന കംപ്ലൈന്റ്, ആ കപ്പാസിറ്റർ നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രശ്നം സോൾവ് ആയി. ഇനി നമുക്ക് വെച്ചേക്കണ കപ്പലിക്കകത്ത് നിന്ന് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതായിട്ടുണ്ട് 30 സെക്കൻഡ് കൊണ്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് സക്സസ്. ഇപ്പൊ ഈ കപ്പാസിറ്ററിനെ കാണുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിസിക്കലി വേറെ ഡാമേജസ് ഒന്നും തോന്നത്തില്ല. പക്ഷെ ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഇത് പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ പുക നമുക്ക് അന്നേരം ഓൺ ചെയ്തപ്പോൾ കണ്ടത്.